ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി, ചിക്കൻ റോള് അങ്ങനത്തെ ഐറ്റംസുകൾ, പൂള വലിച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. പൂള തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടികൾ കഴിഞ്ഞിട്ട് അവിടുന്ന് 3:30 ഇവിടുന്ന് പോകാൻ. കാരണം ഞാൻ ഈ സാധനങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ പോവാണ്. എന്നാലും അവിടെ നിന്ന് പൊരിച്ചാൽ സമയം കിട്ടണില്ല. അതായത് പൊരിച്ചുമ്പോൾ 5-5:30 ആവും. അപ്പോൾ ഇതിനെ തുറന്നിട്ട് കാര്യമില്ല, എണ്ണക്കേണ്ട സമയം കഴിയണം. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ സെറ്റായി പോവാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിൽ പണിയിലാണ്. അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ കുറേയൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ. കടയിലേക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയതാണ്. അത് ഈവനിങ് കടയിലേക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയത്. സമൂസ കുറച്ചുണ്ടാക്കിയത്. ഇതിപ്പോൾ വേവിച്ച് വെച്ചതാണ്. ഇനിയിപ്പോൾ സമൂസ വേവിച്ച് കൊണ്ടാണ്ട്, പൊക്കോട ഉണ്ടാണ്ട് ഒക്കെ ഇവിടുന്ന് വേവിച്ചുകൊണ്ടാകും, പഴംപൊരി അടക്കം. കാരണം അവിടെ ചെന്നിട്ട് ചൂടാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് അപ്പോൾ നമ്മളെ കസ്റ്റമറൊക്കെ പോവുകയാണ് ചുട്ടി വരുമ്പോഴത്തേന്. ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. ഇപ്പോൾ ചായക്കൊരാൾ വന്നതിൻ്റെ ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ്. അതെ, കസ്റ്റമർ ആ സമയത്ത് പോയാൽ പിന്നെ ആ സമയത്ത് ഇത് പോയാൽ സാധനം പോവില്ല, പിന്നെ അവിടെ കിടക്കും. രാത്രി പിന്നെ എണ്ണക്കട വല്ല പോവില്ല. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇവിടെ എല്ലാം സെറ്റായി പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അടുത്തോ ഒരാളില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായക്കൊരാൾ കയറിയാൽ ചായ കൊടുക്കലും പിന്നെ ഇറച്ചിപ്പൂളി ഉണ്ടാക്കലും ഒക്കെ പാടെ നടക്കില്ല. അതിനുള്ളിൽ ഇറച്ചിക്കട പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പൂള തൊലിച്ചുകൊണ്ട് വേവിച്ച് കൊണ്ടുപോകാൻ. ചിക്കനോട് വേവിച്ച് വെച്ചാണ്. ഇറച്ചി രാവിലെ വേവിച്ച് വെച്ചാണ്, ഇറച്ചിയും ബോട്ടിയൊക്കെ. ഇവിടുന്ന് കൊണ്ടുപോകാനാകുമ്പോഴത്തേനും ഒക്കെ സെറ്റാക്കിയിട്ട് വണ്ടിക്ക് അയറ്റണം. ഇപ്പോൾ ചോറിന് നിസ്കരിച്ചാനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 3 മണിക്കൂറിന് പോകണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെത്തപ്പാടുള്ള തിരക്കിലാണ്. അതുകൊണ്ടാണ് നമുക്കിത് കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റാമെന്ന് വയ്ക്കുന്നത്. എന്നാലും നമ്മൾ പരമാവധി ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ. സ്കൂൾ തിരക്കിൻ്റെ ഇടയിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. മനസ്സിലാക്കണം. സ്കൂളിൻ്റെ ക്യാൻറ്റീനിൽ എല്ലാ സാധനം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാവും. എന്നാലും നമ്മൾ റിസ്ക് എടുത്ത് വീഡിയോ എടുക്കുന്നത് നിങ്ങളെല്ലാവരും സഹകരിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം കേട്ടോ. എല്ലാം സഹകരിച്ച് വീഡിയോ കണ്ട് എല്ലാവരും നമുക്ക് നല്ല കാര്യത്തിന് വേണ്ടി സഹകരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എല്ലാം ചെയ്യുക. എന്നും പറയണതാണ്, ബർത്തൊക്കെ കേട്ട് കേടും. എന്നാലും ഞാൻ പറയാമെന്നുള്ളൂ. ഓക്കെ. ആ പൂള തൊലിച്ച് കഴിഞ്ഞ് കേക്ക് വൃത്തിയാക്കട്ടെ കേട്ടോ. പൂള കട്ട, കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, അത്രേ ഉള്ളൂ. 10 വിസിലിന് നമുക്ക് ഓഫാക്കാം. അത്രേ ഉള്ളൂ. അത്ര വേവുണ്ടാവും. അല്ല പൊടിയിലെ പൂളാണ്, പൊടിഞ്ഞിന് വരും. അപ്പോൾ കടികളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത് മക്കളും ഉണ്ടാക്കിയത്. മക്രോണി കഴിഞ്ഞു. കുറച്ച് സമൂസ ഉണ്ടാക്കിയത്. സമൂസ 4 ഉള്ളൂ. അതിനിപ്പോൾ ഈ പുറത്ത് കൂടുമ്പോൾ അത് ചെയ്ത് കയറാം. ഇനിയിപ്പോൾ ഒരു 3 മണിക്കൂർ വിടുന്നുണ്ട്. അതിൻ്റെ ചോറും നിസ്കാരമൊക്കെ കഴിച്ചും ആവും. വേറെ അത് നോക്കണം കേട്ടോ. അപ്പം അങ്ങനെ പൂള പുഴുങ്ങി റെഡി ആക്കണം. ഇനി നമ്മൾ ഒന്നുകൂടെ വലിഞ്ഞിട്ട് വെള്ളം വലിഞ്ഞിട്ട് ഒന്ന് ഉടച്ചിടണം. ഉടക്കണം, എന്നാലും ഉടച്ചാൽ പെട്ടെന്ന് കിട്ടും. കൂട്ടി മാരിനാവുള്ളൂ. അപ്പോൾ ഒന്നിന് വെള്ളം വരിട്ടേക്ക് വെച്ചാൽ കേട്ടോ. പിന്നെ ഗ്രീൻ പീസ് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസോട് വേവിച്ചാലേ നല്ല ഫുള്ളായി ഞാൻ കൊണ്ടുപോകാൻ മതി. അപ്പം ഇനി ഉടക്കട്ടെ കേട്ടോ. അപ്പം നീ പിന്നെ വെള്ളം വലിക്കണം. അപ്പം ഒന്ന് ഉടച്ചാൽ ചൂടോടെ ഉടച്ചാൽ നല്ല പെട്ടെന്ന് ഉടക്കും. നല്ല പൊടി മാരിയാവും. പൊടി മാരിയാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ടേസ്റ്റും ഉണ്ടാവും, തിന്നാനും രസമാണ്, നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും സുഖമാണ്. പഴംപൊരി, പപ്പടം 3 ബെസ്റ്റ് കൊണ്ടാണ്. നോക്കി സമൂസയും പഴംപൊരി, പപ്പടം ഇത് 3 ബെസ്റ്റ്. അപ്പം 3:30 കഴിഞ്ഞു. അങ്ങനെ ചായക്കൊന്ന് ഇപ്പോൾ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറ്റേ പഴംപൊരി ഇട്ടുകൊണ്ട് കഴിഞ്ഞിട്ട് ചായക്ക് വെച്ച് വളരെ എഴുതാൻ ചായക്കുണ്ടാവില്ല. എഴുതി കാരണമാണ്. കുറച്ച് പക്കോട ഇടാണ്ട് ഇട്ടുകൊണ്ട് നിൽക്കാം കേട്ടോ. തിരക്കിലാണ് കേട്ടോ. ഞാൻ നേരം വൈകി. ഇപ്പോൾ അത് തുറക്കുമ്പോൾ എത്ര മണിയാവും ആൾക്കാർ? ഇപ്പോൾ നടത്തിക്കോ.
പോട്ടോ ആരംഭി കടടച്ച് പോവാൻ മക്കളെ നേരം വൈകണം. അപ്പോൾ ഷോർട്ടിന് പോട്ടെ ഞാൻ സാമൂല് കാണാനുണ്ട്. അവിടെ ഇതിലെ പോകണം അല്ലെങ്കിൽ അതിലപ്പം കൂടെ പോയാൽ മതി. ഇതൊക്കെ ഇറങ്ങാൻ പോകാൻ ഇപ്പോൾ സാമൂല് നടക്കുന്നത് ഇറങ്ങാനാണ്. അങ്ങനെ നെല്ലിപ്പറമ്പിലെത്തിട്ടോ അതിൽ ചെറിയ ഷോർട്ടിന് പോകുന്നതാണ്. എന്നിട്ട് നമ്മൾ ചിട്ടങ്ങാടിക്ക് കത്തല് സാമൂല് വാങ്ങാണ്ട് അവിടെ ഇതിൽ പോകുന്നതാണ്. അല്ലെങ്കിൽ അപ്പുറത്തൂടെ കിടക്കാൻ ചാടിയാൽ മതി. ഇപ്പോൾ ചെട്ടിയങ്ങാടിയിൽ നിന്നാണ് സാമ്പൂര് അങ്ങനെ. അപ്പോൾ കിടക്കാനും ഇങ്ങോട്ട് വരേണ്ടത് അങ്ങോട്ട്. അപ്പോൾ ഇതിന് ഷോർട്ട് പോകുന്നത് അതിൻ്റെ പപ്പയ്ക്ക് ആടിയതാണ്. സാധനമൊക്കെ വലിച്ച് റെഡിയാക്കാൻ തന്നെ. സാമൂല് ഫ്രഷ് കിട്ടണ ഇവിടെ ഏൽപ്പിച്ചാൽ നാളെ കിട്ടുള്ളൂ. നാളെ ക്യാൻറ്റീനിലാണ് സ്കൂൾ ക്യാൻറ്റീനിലെ സാമൂലിയാണത്. ചോക്കാൻ സമയം അങ്ങനെ പേരിലെത്തിട്ടോ. ഉടനെ കടയിലേക്ക് പോട്ടെ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ ഇപ്പോൾ കടയിലേക്ക് തന്നെ തിരിച്ച് പോവാണ്. കടയിൽ ഇനി തുറക്കാൻ വേണ്ടി പോകാനുള്ള ആറാറില്ല. അപ്പോൾ പിന്നെ നേരം വൈകി ഞാൻ പോവാണെന്നായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൻ അമർത്തുക, ഓൾ അമർത്തുക. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആ